അല്ല പ്രസിഡന്റ്, ഈ എങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ വെളുത്തുന്ന് എന്നോട് ചോദിച്ചാൽ ഇവിടെ കോടികൾ വന്ന് മറിയണ നമ്മുടെ സർക്കാരിൻ്റെ ഖജനാവ് വെളുത്തില്ലേ? ഓ കണക്ക് ഞാൻ എത്തിക്കാം. പ്രസിഡന്റ്, ഞാൻ ഇപ്പം അങ്ങോട്ട് വിളിക്കാം. എന്ത് കൈ പറഞ്ഞ? അല്ല, ഇത് നോക്ക്, ഞാൻ അലക്കിക്കൊണ്ടിരിക്കുന്നു. മോതിരത്തിന് നിറമാറ്റം. മോതിരത്തിന് ഞാൻ കാണിച്ചു തരാം. കൈ ഇടട്ടെ. നിനക്ക് തോന്നണത് അതിന് ഒരു മാറ്റമില്ല, അതിനൊരു കുഴപ്പമില്ല. എവിടെ അല്ലടി, അതെന്താന്നറിയാമോ? ഈ 24 മണിക്കൂർ സോപ്പിലും വെള്ളത്തിലും അല്ലേ നിന്റെ കൈ കുറെ വെളുത്തപ്പം മോതിരത്തിന്റെ കളർ പറഞ്ഞത്. ഇത് സ്വർണ്ണം, ഇത് വെളുത്തുന്നത് ആരാ പറഞ്ഞത്? അല്ലാതെ സത്യം പറ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇനി വെളുത്തതിൽ വേറെ അതിശയമൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് പത്രത്തിൽ ഞാൻ വായിച്ചു, ഒരു വീട്ടമ്മ മീൻ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ കൈ കിടന്ന മോതിരം അപ്പം തന്നെ വെളുത്തു. അത് ഞാനും വായിച്ചായിരുന്നു. അതത്തെ ആ മീനിനകത്ത് എന്തോ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. ഫോർമാലിൻ എന്ന് പറയുന്ന കെമിക്കൽ ഉണ്ട്. നീ എത്ര ദിവസത്തോടെ മീൻ കട്ട് ചെയ്ത്? ഇനി പോട്ട് സോപ്പ് പൊടി, നീ 24 മണിക്കൂർ അലക്കല്. ഈ സോപ്പ് പൊടിക്കകത്ത് എന്താ? കെമിക്കൽ. പിന്നെ എന്താണ്? തൊഴിലുറപ്പ് അവിടെ ഇവിടെയൊക്കെ ഇട്ട് നിരങ്ങി. എടി, ഇതൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം ഇടണം, അല്ലാതെ നിങ്ങളാലമാരെ സൂക്ഷിച്ചു വെക്കണം. ഇത് പിന്നെ വെളുക്കും. വെളുത്തിനിപ്പോ ഞാൻ അലമാരയിൽ സൂക്ഷിക്കാത്തോണ്ടാണ് ഇത് വെളുത്തത്. സത്യം പറ ക്ലീറ്റോ. ആണോ ക്ലീറ്റോ? ക്ലീറ്റോ പറഞ്ഞ നോണല്ലേ ക്ലീറ്റോ? കർത്താവേ, ഒരു സാധനം വാങ്ങിച്ചോണ്ട് കൊടുത്താലും വിശ്വസിക്കില്ല തന്നെ. ആ മുരുകനെ കൂടെ സംശയിക്കാണ് സ്വർണ്ണപ്പണിക്കാരൻ. ഇനിയിപ്പോ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് എന്റെ മുഖത്തോട്ട് നോക്കണ്ടല്ലോ. സത്യം പറയേ, ഇത് വെളുത്തതല്ല, ഇത് ചെമ്പ് കളർ. ഉള്ളിലത്തെ ചെമ്പ് പുറത്തു വന്നേക്കുന്നത്. ഇത് ചെമ്പല്ല, ഇരുമ്പ്. നീ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞേ. ഇങ്ങനെ പറ്റിക്കണത് ക്ലീറ്റോ. നീ ഒരു കാര്യം നിനക്ക് വേണ്ട, ഒരു തടി ഊരിയുടെ ഞാൻ കൊണ്ട് വിറ്റ് കാശായി 10 രൂപ പോലും കിട്ടില്ല ഈ ചെമ്പ് മോതിരത്തിന്. ഇത് ചെമ്പല്ല, ചേമ്പ്. കളിക്കരുത് നീ ആവശ്യമില്ലാതെ. ഒന്നുമില്ല. നിങ്ങൾ ഇടപെടേണ്ട പ്രശ്നമൊന്നുമില്ല. ഞാൻ അവള് തമ്മിൽ കൊച്ചു അത് ഞങ്ങൾ അളിയാ, ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ തുണി അലക്കുമ്പോ തുണി വെളുക്കാറില്ലേ? ഇല്ലേ? അപ്പൊ നമ്മളെ കൈ കിടക്കണ മോതിരം ഇട്ടോണ്ട് ഈ തുണി അലക്കുമ്പോ അത് വെളുക്കൂലേ? സ്വർണ്ണം എവിടെ വെളുക്കുക? മാവാ, സ്വർണ്ണത്തിന് എന്താ വെളുത്താ കുഴപ്പം? എല്ലാം വെളുക്കും. അതൊന്നും അല്ല, ഇത് വെളുത്ത് തന്നെയാ. ഞാൻ അന്നേ പറഞ്ഞില്ല സ്വർണ്ണം. യഥാർത്ഥ സ്വർണ്ണത്തിന്റെ കളർ. പിന്നെ ഇവിടെ മറ്റേ കൊച്ചുമോളെ നോക്കട്ടെ. അത് നോക്കാനൊന്നും ഞാൻ നോക്കട്ടെ. എന്തിനു നോക്കണത്? സ്വർണ്ണം നീ എന്തിനാ പഠിക്കണേ? എനിക്കെന്തൊരു പേടി? സ്വർണ്ണം ആണല്ലോ വാങ്ങിച്ച എനിക്കറിഞ്ഞൂടെ? അതെ, ഉരച്ച് തീർക്കല്ലേ അമ്മാവ. അത് മുക്കാടത് മുക്ക് വേണ്ട കുന്താണ് അമ്മാവനത്തെ കാര്യം പറഞ്ഞത്. ഇത് വാങ്ങിച്ച എനിക്കറിയാല്ല, പൈസ പോലും കൊടുത്ത് തീർത്തിട്ടില്ല. എന്തൊരു കഷ്ടം. എന്താ അളിയാ, ഇത് എന്താണ്? ഇത് ഞാൻ എന്റെ ഭാര്യയ്ക്ക് സ്നേഹത്തോടെ വാങ്ങിച്ചു കൊടുത്ത മോതിരം. അതിപ്പോ അവക്ക് ഇത് സംശയം ഉണ്ടെങ്കിൽ വേണ്ട, ഞാൻ കൊടുത്ത് കാശ് മേടിച്ചോളാം. എന്ത് നോക്കാളിയാ? അളിയാ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അതിലും ഇതിലൊക്കെ ഇട്ട് കൈയിട്ട് വരവിയാ കെമിക്കൽ ആയതാണ്. അതിന് നീ തുണി അലക്കണോ? അവളുടെ കയ്യിലുണ്ടോ? അവള് തൊടൂലല്ലോ. അതെങ്ങനെ മുട്ടാപ്പോക്ക് ഞാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, നീ മേടിച്ചു കൊടുത്തില്ലെന്നേ ഉള്ളൂ. ആ 2 ദിവസം ഉണ്ടായിരിക്കും. ചതിച്ചു നീ അവളെ മോഹിപ്പിച്ച് ചതിച്ചു. എനിക്ക് അപ്പഴേ അറിയായിരുന്നു നീ കാശ് കൊടുത്തിട്ട് ഒരു സ്വർണ്ണ മോതിരം മേടിക്കില്ലാന്ന്. എടാ, ഭാര്യനെങ്ങനെ വഞ്ചിക്കല്ലേ വേണ്ട, സ്നേഹിക്കണം. നിനക്ക് സ്നേഹിക്കാറില്ലടാ. അമ്മാവ പെണ്ണും പിടക്കോഴിയില്ലാതെ അമ്മാവ ഇതൊന്നും ഇടപെടരുത് കേട്ടോ. ആവശ്യമില്ലാതെ ഇതിപ്പോ ഞാനും എന്റെ ഭാര്യ തമ്മിലുള്ള പ്രശ്നമാണ്. അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം കേട്ടാ. അത് അങ്ങനെ തീരുമാനം നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലായിരുന്നല്ലേ? നീ ഇതോടെ മേടിച്ചത് സ്വർണ്ണം എവിടെ നിന്നാണ്? സ്വർണ്ണക്കടയിൽ നിന്നല്ലേ മേടിക്കുന്നത്? ഏത് സ്വർണ്ണക്കടയിൽ? അത് എന്തിനാ ഇപ്പൊ അതൊക്കെ അറിയണത്? കേസ് കൊടുക്കാൻ അവന്റെ പേരിൽ കേസ് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഈ മോതിരം മാറ്റി കിട്ടും. ഞാൻ ഒരു കാര്യം പറയാം, മുരുകന്റെ കടയിൽ നിന്ന് മേടിച്ചിട്ട് മുരുകന് പൈസ പോലും കൊടുത്ത് തീർത്തിട്ടില്ല. ആവശ്യമില്ലാതെ ഇതും കൊണ്ട് അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. മുരുകന്റെ കടയിൽ നിന്നാണ് മേടിച്ചത്? മുരുകന്റെ കടയിൽ നിന്നാണ് മേടിച്ചത്. ആണല്ലോ. മുരുകന്റെ പേരിൽ കേസ് കൊടുക്കും. എന്തിനാ? കൊടുത്ത കാശ് ഇങ്ങനെ തിരിച്ചു വരും. താഴെ കൊടുത്തോ, വേറെ കടയിൽ നിന്ന് മേടിക്കാം. അമ്മാവ അടങ്ങ്. ഇത് ആദ്യം അന്വേഷിക്കട്ടെ. മുരുകന്റെ കടയിൽ പോയി ഞാൻ ചോദിക്കട്ടെ, എന്റെ കടയിൽ നിന്നാണ് മേടിച്ചത്, മേടിച്ച മോതിരം ഇതാണോ, ഇത് സ്വർണ്ണമാണോ? അറിയണ്ടേ? അന്വേഷിച്ചിട്ട് ചാടാ നമുക്ക്. എടുത്തരുത്. ഞാൻ ഒരു കാര്യം പറയാം, പൈസ കൊടുത്ത് തീർത്തിട്ടില്ല. അത് നാണം കെടുത്തുന്നില്ല. ഒന്നുകൂടി ചോദിക്കുക, ഇത് സ്വർണ്ണമാണോ? ഇത് സ്വർണ്ണമാണല്ലോ. പിന്നെന്താ നിങ്ങൾ? ഞാൻ പറയട്ടെ, ഇനി ഇത് മിണ്ടരുത്. ഞാനിതും കൊണ്ട് മുരുകന്റെ കടയിൽ പോവുകയാണ്. എന്നിട്ട് അവിടെ പോയിട്ട് ഞാൻ തിരിച്ചു വരും. ഇത് സ്വർണ്ണമല്ലെന്ന് അവൻ പറഞ്ഞ നിന്നെ ഞാൻ പറഞ്ഞില്ല. ചവിട്ടി കൂട്ടി ഞാൻ
എവിടെ പോകും? എവിടെ പോകും? മീറ്റിംഗ്, എന്ത് മീറ്റിംഗ്? പാർട്ടിയുടെ ഒരു മീറ്റിംഗ്, അടിയന്തര മീറ്റിംഗ്. എവിടെ? എറണാകുളത്ത്. നീ പെട്ടി കിടക്കായിട്ട് എവിടെ പോണത്? എറണാകുളത്തല്ലേ, 2 ദിവസം കഴിയും മീറ്റിംഗ്. പോയിട്ടേ അളിയ മീറ്റിങ്ങിന് പോകണം. നമുക്ക് സംസാരിക്കാം, എന്തുണ്ടെങ്കിലും 2 ദിവസം കഴിഞ്ഞ് ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വരുമല്ലോ, അപ്പൊ നമുക്ക് സംസാരിക്കാം. അതെ അളിയ, മീറ്റിങ്ങിന് പോണോ അളിയ? തങ്കത്തിന് വിളിക്കാം. എന്തിന്? വിളിക്കളേ. അവളെ കരഞ്ഞറിഞ്ഞ് ഇപ്പൊ അങ്ങോട്ട് ഉറങ്ങിയതേ ഉള്ളൂ. പാവം, അവൾ ഉറങ്ങണോണ്ടാ ഞാൻ ശല്യം ചെയ്യണമെന്ന് മീറ്റിങ്ങിനും പോവാന്ന് വെച്ചു. വിളിക്കേ. വേണ്ടളിയാ, ഞാൻ വിളിക്കാം. തങ്കം, മീറ്റിങ്ങിന് അവരെല്ലാം എന്നെ കാത്തു നിൽക്കും. എല്ലാരും തങ്കം, തങ്കത്തിനെ വിളിക്കടി. നാത്തു, വന്നേ. നീ എങ്ങടെ പോണ്? മീറ്റിംഗ്. മീറ്റിംഗോ? എറണാകുളത്ത്. ആ, മുങ്ങും അമ്മാരി പണിയല്ലേ ഒപ്പിച്ചു വെച്ചെന്ന്. ഞാൻ പറഞ്ഞ പോലെ മുക്കല്ലേ? അതിനത് സ്വർണ്ണം അല്ലല്ലോ. ഞാൻ മുരുകന്റെ പോയിരുന്നു, മുരുകനെ കണ്ടു, സംസാരിച്ചു. അത് സ്വർണ്ണമാണ്. തന്ന സ്വർണത്തിന് കുറച്ച് മാറ്റു കുറവായിരുന്നു, അതാ വെളുത്തു പോയത്. അതെ, പകരം വേറെ മോതിരം തന്നു. അതെ. ദാ. അതല്ലേ, എന്തൊരു കഷ്ടല്ലേ. എങ്ങനെ ഈ ജ്വല്ലറിക്കാരെയൊക്കെ വിശ്വസിക്കുക? എല്ലാരും കൂടി വെറുതെ എന്റെ കുട്ടീനെ കുറ്റപ്പെടുത്തി. ഞാനും കുറ്റപ്പെടുത്തി. ഛെ. ഇപ്പൊ വിളിക്കണ്ടോ ഇല്ല? മോതിരം സ്വർണം ഞാൻ വാങ്ങി. അല്ല, അളിയൻ വാങ്ങിയ വല്ല മുക്കുകൊണ്ടോ അല്ല. അതെ, നിവൃത്തികേട് കൊണ്ട് പറ്റിപ്പോയതാ. ഈ ഉപകാരം ഉണ്ടല്ലോ, ഞാൻ ഒരിക്കലും മറക്കൂലളിയാ. മറക്കരുത്. പക്ഷേ ഇനി ഇത് ആവർത്തിക്കും.